ഭാവി പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധിയെ കുറച്ച് നാളായിട്ട് കാണാനില്ല. ഇപ്പോൾ വയനാട്ടിൽ വലിയ ദുരന്തമൊക്കെ ഉണ്ടായി. അവിടുത്തെ മുൻ എം പി കൂടിയാണ്. പക്ഷേ യാതൊരു പ്രതികരണവും കണ്ടില്ല. പ്രിയങ്കയുടെ ഭാഗത്തുനിന്ന് വലിയ ഇടപെടൽ കണ്ടില്ല. സാധാരണഗതിയിൽ പാർലമെൻറ്റ് സമ്മേളനം വരുന്നതിന് മുമ്പ് വലിയ എന്തെങ്കിലും ഒരു വാർത്ത, ഇഷ്യൂ അതൊക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് രാജ്യം ഇതാ നടുങ്ങാൻ പോകുന്നു, മോദി തട്ടിപ്പുകാരനാണെന്നൊക്കെ രീതിയിൽ വരേണ്ടതാണ്. ഇപ്പോൾ ഈ ശീതകാല സമ്മേളനം തുടങ്ങാൻ പോയിട്ടും അതേക്കുറിച്ച് ഒരു അറിവുമില്ല. ഇവർ രാഹുൽ ഗാന്ധിയെ കണ്ടവരുണ്ടോ എന്ന് ചോദിച്ചാൽ അവസാനം ഈ നോട്ടീസ് ഇറക്കേണ്ട അവസ്ഥ വരുമോ? അതെ, പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ട് ഇല്ലേ, അതെ, ഇന്ന മറുകുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിന്റെ പരസ്യമൊക്കെ വരേണ്ട വിധത്തിലാണ് ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ അവസ്ഥ. അപ്പൊ BJP വക്താക്കള് 4-5 പേര് ഈ രാഹുൽ ഗാന്ധി എവിടെ എന്ന് ചോദിച്ചിട്ട് ഇപ്പോ മറ്റേ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. BJP ചോദിച്ചിട്ടുണ്ട് അമിത് മാളവ്യ IT സെൽ മേധാവി ഉൾപ്പെടെ എവിടെയാണ് പോയിരിക്കുന്നത്. മറ്റേ പ്രിയങ്കയും രാഹുൽ ഗാന്ധിയും വയനാട്ടില് ഇത്രയും പേര് കൊല്ലപ്പെട്ടിട്ടും എത്തിയില്ല. അപ്പോ ജൂലൈ 7-ാം തീയതി ആയിരുന്നു ആ അപകടം വയനാട്ടില്. ആനക്കാമ്പൊയിൽ മേപ്പാടി ഇരട്ട തുരങ്ക നിർമ്മാണത്തിലെ അപകടം. ഇവര് രണ്ടുപേരും വന്നില്ല. ജൂൺ 22-ാം തീയതി മുതൽ ജൂലൈ 13-ാം തീയതി വരെ ആണ് രാഹുൽ ഗാന്ധി വിദേശ പര്യടനം നടത്തുന്നതെന്നാണ് പറയുന്നത്. അത് പിന്നെ വിദേശ പര്യടനം നീട്ടിവെച്ചതായിട്ടും പറയുന്നുണ്ട്. പക്ഷെ ഏത് വിദേശ രാജ്യത്ത് പോയിരിക്കുന്നു, ആരെ കാണുന്നു, ഏത് മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു, ആരെ മീറ്റ് ചെയ്യുന്നു, ഇത്തരം വിവരങ്ങളൊന്നും വ്യക്തതയില്ല. കേന്ദ്ര സർക്കാരിനോടും പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ ഇത്തരം യാത്രകളൊക്കെ നടത്തുമ്പോൾ ഈ പ്രൊട്ടക്ഷൻ്റെ ഒക്കെ കാര്യങ്ങളുള്ളത് കൊണ്ട് നേരത്തെ പറയുകയൊക്കെ വേണ്ടേ. എവിടെ ആണ് രാഹുൽ ഗാന്ധി, ആരെയൊക്കെ കാണുന്നു, ആരാണ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഈ യാത്രകൾ, പിന്നെ എവിടെയൊക്കെയാണ് താമസിക്കുന്നത് തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ ഉയർന്നിരിക്കുന്നു. അപ്പോ രാഹുൽ ഗാന്ധി ഈ നേരത്തെ ഇന്ത്യയിൽ ഉണ്ടായിട്ട് അവരുടെ സ്റ്റുഡന്റ് ഔട്ട്റീച്ച് പ്രോഗ്രാം ഉണ്ട് കോൺഗ്രസിന്റെ. കോട്ടയിൽ ജൂണിൽ തുടങ്ങിയത്. രാജസ്ഥാനിലെ കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് തുടങ്ങിയത്. അതിന്റെ പേര് ഛത്രോം കി ഗൂഞ്ച് എന്നാണ്. ഛത്രോം വിദ്യാർത്ഥികളുടെ ആഹ്വാനം എന്നാണ്. വോയിസ് ഓഫ് സ്റ്റുഡൻസ് എന്നാണ് അർത്ഥം. വിദ്യാർത്ഥികളുടെ ശബ്ദം. ഛത്രോം കി ഗൂഞ്ച് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ആ പരിപാടി ഇപ്പൊ പല സ്ഥലത്തും അഭിസംബോധന ചെയ്യേണ്ട സമയമാണ് രാഹുൽ ഗാന്ധി. പക്ഷെ അയാൾ കോൺഗ്രസിന്റെ പരിപാടിക്കും വന്നിട്ടില്ല. അത് ഈ ഛത്രോം കി ഗൂഞ്ച് എന്ന് പറഞ്ഞ പരിപാടി ഈ 3 നടക്കേണ്ടതായിപ്പോ അത് രാഹുൽ ഗാന്ധി വരാത്തത് കൊണ്ട് നീട്ടിവെച്ചിരിക്കുന്നു. ജൂലൈ 10-ാം തീയതി പ്രയാഗ്രാജില് ഒരു ഗൂഞ്ച് നടക്കേണ്ടതായിരുന്നു. പിന്നെ പാട്നയിൽ 11-ാം തീയതി ഒരു ഗൂഞ്ച് നടക്കേണ്ടതായിരുന്നു. ഡൽഹിയിൽ 14-ാം തീയതി ആയിരുന്നു ഗൂഞ്ച്. ഈ 3 ഗൂഞ്ചും നടന്നിട്ടില്ല. ഇതെല്ലാം കൂടി അവസാനിക്കുന്ന ഒരു ഗൂഞ്ച് ഡെറാഡൂണിൽ നടക്കേണ്ടതാണ് 17-ാം തീയതി. അതും ഇല്ല. അത് നടക്കൂല്ലയോ എന്നുള്ളത് നമുക്ക് ഇപ്പൊ പറയാനും പറ്റില്ലല്ലോ. അപ്പോ 17-ാം തീയതിയോട് കൂടി അയാൾ മടങ്ങാൻ സാധ്യത ഉണ്ട് എന്നുള്ള വിവരമാണ് കോൺഗ്രസ് വൃത്തങ്ങൾ പറയുന്നത്. പക്ഷെ കോൺഗ്രസ് ഈ യാത്രാ പരിപാടിയൊന്നും പുറത്തുവിട്ടിട്ടില്ല. കോൺഗ്രസ്സുകാരോടും പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ എവിടെയാണ് പോകുന്നത്, ആരെയാണ് കാണുന്നത് എന്നൊക്കെ ഉള്ളത്. കാരണം ഇങ്ങനെ പോകുന്നതൊക്കെ ഈ വല്ല കൊളംബിയയിലോ ബൊളീവിയയിലോ വല്ല കുഴപ്പം പിടിച്ച സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും. അപ്പോൾ ജൂലൈ 20-ാം തീയതിയാണ് മൺസൂൺ സെഷൻ, പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം തുടങ്ങുന്നത്. സാധാരണഗതിയിൽ സോറോസ് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു സാധനം പൊട്ടിക്കുമായിരുന്നു, ഹിൻഡൻബർഗ് പോലെ, അദാനി എന്തെങ്കിലുമൊക്കെ. ഇത്തവണ അതിന്റെ ഒന്നും ലക്ഷണം കാണുന്നില്ല. ആകെ തോറ്റു നിൽക്കുകയല്ലേ ഉപതെരഞ്ഞെടുപ്പുകള്, ബംഗാള് എല്ലാം. ഇപ്പോഴാണെങ്കിൽ ഇവരെ സംബന്ധിച്ച് വിഷയം ധാരാളമുണ്ട്. നീറ്റ് ക്രമക്കേട് ഇല്ലേ, പിന്നെ ഈ കോക്രോച്ച് പാർട്ടി, ജന്തർ മന്ദറിലെ അവരുടെ മറ്റേ ധർണയും പ്രക്ഷോഭമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോ ഈ മറ്റേ സോണം വാങ്ചുക്ക്
അവിടെ 2 ആഴ്ചയായിട്ട് നിരാഹാരം അനുഷ്ഠിക്കുന്നുണ്ട് ഇല്ലേ? ജീവന അപകടത്തിലാണെന്നൊക്കെ അദ്ദേഹത്തിന് പ്രിയപ്പെട്ട ആളുകൾ പറയുന്നുണ്ട്. അപ്പോ പ്രതിപക്ഷം ഇതിന് പ്രത്യേകിച്ച് കോൺഗ്രസ് എൻ്റെ സമരത്തെ പിന്തുണയ്ക്കാത്തത് അവരുടെ അല്പത്വത്തെയാണ് കാണിക്കുന്നതെന്ന് വാങ്ചുക്ക് പറയുന്നുണ്ട്. പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അല്പന്മാരാണ് കോൺഗ്രസ്സുകാർ. കാരണം രാഹുൽ ഗാന്ധി ഞാൻ പ്രതീക്ഷിച്ചിരുന്നതാണ്, ആള് വന്നില്ല എന്നുള്ളതാണ് വാങ്ചുക്ക് പറയുന്നത്. ഇന്ത്യൻ എക്സ്പ്രസുമായിട്ടുള്ള അഭിമുഖത്തിലാണ് വാങ്ചുക്ക് ഇത് പറഞ്ഞിരിക്കുന്നത്, കോൺഗ്രസ്സുകാർ അല്പന്മാരാണെന്നുള്ളത്. പക്ഷെ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല, വാങ്ചുക്ക് അറിഞ്ഞിട്ട് വേണ്ടല്ലോ. അപ്പോൾ ജൂലൈ 17 ഡെറാഡൂണിൽ ഈ മറ്റേ വിദ്യാർത്ഥികളുടെ പരിപാടി ഉണ്ടല്ലോ, അതിന്റെ ഗുഞ്ചിന്റെ പൊതുയോഗം നടക്കേണ്ടതാണ്. അത് നടക്കുന്നു തോന്നുന്നില്ല. ഉദ്ധവ് താക്കറെയും പറഞ്ഞിട്ടുണ്ട് രാഹുൽ ഗാന്ധി ജന്തർ മന്ദറിൽ ഉണ്ടാകേണ്ടതാണ് ഈ സമയത്ത്. താക്കറെ ജൂലൈ 20 അവിടെ ജന്തർ മന്ദറിൽ ഈ നിരാഹാരം നടക്കുന്നിടത്ത് വാങ്ചുക്കിന്റെ ഒക്കെ അവിടെ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ട്. ആപ്പ്, തൃണമൂല്, CPI ഇവരുടെയൊക്കെ പ്രതിനിധികളൊക്കെ ജന്തർ മന്ദറിൽ ചെന്നിരുന്നു. അവിടെ ഇവരൊക്കെ ചെല്ലുമ്പോഴും അവിടെയുള്ള ആളുകൾ ചോദിക്കുന്നത് രാഹുൽ ഗാന്ധി എവിടെ, രാഹുൽ ഗാന്ധി എവിടെ എന്നാണ് ചോദിക്കുന്നത്. ഈ കല്യാണ സ്ഥലത്തൊക്കെ പോകുമ്പോൾ ഭാര്യ വന്നില്ലേ എന്നൊക്കെ ഓരോരുത്തരെ ആളുകളോട് ചോദിക്കില്ലേ, മകൻ വന്നില്ലേ, മകൾ വന്നില്ലേ, ഇപ്പൊ എവിടെയാണെന്നൊക്കെ ഉള്ളത്. മറ്റേ മകനും മകളും ഒക്കെ എവിടെയാണെന്നൊക്കെ ഉത്തരം പറയാൻ അച്ഛനും അമ്മയ്ക്കും ഒക്കെ കഴിയുമല്ലോ, എവിടെയാണെന്ന് അറിയാമല്ലോ. ഇതിപ്പോ സോണിയാഗാന്ധിക്ക് പോലും അറിയില്ല രാഹുൽ. മാഡം രാഹുൽ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സോണിയാഗാന്ധിക്ക് അറിയില്ല, കൈമലർത്തുകയാണ്. ഞാൻ KC വേണുഗോപാലിനോട് ചോദിച്ചിട്ട് പറയാനാണ് സോണിയാഗാന്ധി പറയുന്നത്. അപ്പൊ ആ അവസ്ഥയിലാണ്. അപ്പൊ ഒരു പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ ആ യാത്രാ പരിപാടി നമ്മുടെ രാഷ്ട്രം കൂടി അറിഞ്ഞിട്ടല്ലേ ചെയ്യേണ്ടത്, എവിടെയൊക്കെ പോകുന്നു, എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത്. ഇതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം കൂടി ഉണ്ടല്ലോ. അപ്പോ എവിടെ ഇത് രാഹുൽ ഗാന്ധി എപ്പോൾ പോകുമ്പോഴും ഉയരുന്ന ചോദ്യം തന്നെ, എവിടെയാണ് രാഹുൽ ഗാന്ധി, ആരെ കാണുന്നു, എന്താണ് പരിപാടികൾ? ഒരു മറുപടിയില്ല. എവിടെയാണെന്നുള്ളത് കോൺഗ്രസ്സുകാർക്കും അറിയില്ല. സാധാരണ രീതിയിൽ രാഹുൽ ഗാന്ധി വരുമ്പോൾ ഇപ്പം നമുക്കറിയാം ജോർജ് സോറോസ് കൊടുക്കുന്ന ചില ടിപ്സ് ഉണ്ടാവും. ഈ ടിപ്സാണ് സാധാരണ എടുത്ത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒക്കെ നമുക്കറിയാം ഇത് ഈ ഒരു ഹിഡൻ അജണ്ടയാണ് ഇതിന് പിന്നിലെന്ന്. ഇത്തവണ ഈ ഹിഡൻ അജണ്ടയ്ക്കുള്ള മെറ്റീരിയൽ ഒന്നും കിട്ടാത്തതുകൊണ്ട് രാഹുൽ വരാത്തതാണോ, അല്ലെങ്കിൽ പഴയതുപോലെ ഈ രാഹുലിൻ്റെ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിന് ഈ യു പി അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി ആ രീതിയിലുള്ള പിന്തുണ കിട്ടില്ല എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ പാർലമെൻറ്റിൽ അപഹാസ്യനാകാനുള്ള സാധ്യതയുണ്ട്, അതുകൊണ്ട് സ്വയം ഒഴിഞ്ഞു നിൽക്കുന്നതാണോ? അല്ല, പാർലമെന്റിൽ പലതരത്തിലാണിത്. ഒന്നാമത് ആ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ അമേരിക്കയിലും ഒക്കെ. അതെ, ആകെ ഈ പശ്ചിമേഷ്യൻ യുദ്ധം കാരണം ഡീപ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ജോർജ് സോറോസ് എപ്പോഴും വാദിച്ചു കൊണ്ടിരുന്നത് ഇസ്ലാമിക രാജ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സോറോസ് നിലകൊണ്ടിരുന്നത്. സിറിയക്ക് വേണ്ടി തന്നെ അയാൾ 2015 ഒക്കെ അവിടുത്തെ അഭയാർത്ഥികളെ യൂറോപ്പ് ഏറ്റെടുക്കണം എന്നൊക്കെ പറഞ്ഞതൊക്കെ ഓർക്കുന്നില്ലേ? എന്ന് പറഞ്ഞാൽ മറ്റേ യൂറോപ്യൻ രാജ്യങ്ങൾക്കൊന്നും ഈ ഇസ്ലാമിനെ ആവശ്യമില്ല ഇല്ലേ, അവിടുന്ന് കുടിയിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കുടിയേറ്റക്കാരെ ഒക്കെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളല്ലേ എല്ലായിടത്തും നടക്കുന്നത്. പക്ഷെ ഇയാൾ ബാധിച്ചുകൊണ്ടിരിക്കുന്ന എപ്പോഴും ഇസ്ലാമിക കുടിയേറ്റക്കാരെയൊക്കെ യൂറോപ്പ് സ്വീകരിക്കണം എന്നാണ്. അയാള് ഹംഗറിക്കാരനാണല്ലോ, അയാൾ ഫണ്ട് കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. അയാൾക്ക് എല്ലായിടത്തും പ്രശ്നം ഉണ്ടാക്കണം. പല മുല്ലപ്പൂ വിപ്ലവം തുടങ്ങി പലതിൻ്റെയും പിന്നിൽ ഇയാളാണ്, പല രാജ്യങ്ങളിലെ അട്ടിമറിയുടെ പിന്നിലുമൊക്കെ അയാളാണ്. അപ്പൊ പശ്ചിമേഷ്യ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ ഇപ്പോ ഒരു നിലയില്ല കയത്തിൽപ്പെട്ട് കിടക്കുന്നത് കൊണ്ട് ആണ് ഈ ഡീപ് സ്റ്റേറ്റിനും അത്ര ഉത്സാഹമില്ല. പിന്നെ മറ്റേ ട്രംപും കണിഞ്ഞു കിടക്കുകയാണ് അമേരിക്കയില്. ഊരാൻ പറ്റുന്നില്ലല്ലോ ഇറാനിൽ നിന്ന്. വെടിനിർത്തലായി എന്ന് വിചാരിച്ചിരുന്നു അയാള്, നമ്മളൊന്നും വിചാരിച്ചിട്ടില്ല, പക്ഷെ അത് നിന്നിട്ടില്ല. ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പോ ആക്രമണം നടക്കുന്നതിൽ തന്നെ ഇവിടെയൊന്നും ഇപ്പൊ ആളുകൾക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഇല്ലേ, ആളുകൾക്കും ഇത് മടുത്തത് കൊണ്ട് ആണ്
പല വിവരങ്ങളും അറിയാതിരിക്കുന്ന ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, യുദ്ധവും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ രാജ്യാന്തര ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അത് കാരണമാണ് ഈ സോറോസ് ഒന്നും രാഹുൽ ഗാന്ധിക്ക് ഇതുപോലെ ഹിൻഡൻബർഗ് റിപ്പോർട്ട് പോലെയോ അദാനിക്കെതിരെയുള്ള എന്തെങ്കിലും സംഗതി പോലെയോ ഒക്കെ കൊടുക്കാത്തത്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ രാഹുൽ ഗാന്ധി ഈ പറയുന്ന കോൺഗ്രസ് തന്നെ ഒരു ബാധ്യതയായിട്ട് മാറുകയാണ്. പല നേതാക്കൾക്കും ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് താല്പര്യമില്ല. ഇനി നയിക്കാൻ രാഹുലിന് പകരം മറ്റാരെങ്കിലും വന്നാൽ കൊള്ളാമെന്ന് തൽപര കക്ഷികളായിട്ടുള്ള പലർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആരും തുറന്നു പറയുന്നില്ല. ഇനി മോദിയെ വിമർശിച്ചുകൊണ്ടാണ് എപ്പോഴും രാഹുൽ ഗാന്ധി കയ്യടി നേടുന്നത്. ആ കയ്യടിക്കേണ്ട ബെഞ്ചിലുള്ള DMK-യുമായി ബന്ധപ്പെട്ട ആളുകൾ, TMC-യുമായി ബന്ധപ്പെട്ട ആളുകൾ, ആം ആദ്മി പാർട്ടിയുടെ ആളുകൾ, ഇവരൊക്കെ തന്നെ രാഹുലിനെ കൂവി വിളിക്കുന്ന ഒരു സാഹചര്യം. രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിൽ ഇപ്പോൾ ആളുകൾ പറയുന്നത് തന്നെ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യയിലേക്ക് ഇനി എന്ന് വരും എന്നുള്ളത് മാത്രമേ ഇനി സ്ഥിരമായിട്ട് ചോദിക്കേണ്ടതുള്ളൂ. ഇയാൾ വിദേശത്താണോ ഇല്ലയോ എന്നുള്ളത് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം ഇയാൾ മിക്കവാറും ദിവസം അവിടെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇന്ത്യയിൽ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നാൽ മതി എന്നുള്ളതാണ്. മുമ്പ് ആളുകൾ പറയുമായിരുന്നു ഇയാളുടെ പല കാമുകിമാരെ പറ്റിയൊക്കെ, അതൊക്കെ വിദേശത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പിന്നെ പട്ടായയിൽ ആണോ ഇയാൾ പോകുന്നത്, ഇല്ലേ? സുഖവാസ കേന്ദ്രങ്ങളിൽ ആണോ? പിന്നെ ചില ഈ മാഫിയകളുമായിട്ടൊക്കെ ഇയാൾ ബന്ധമുണ്ട്. അവർ വരട്ടുന്നത് കൊണ്ടാണ് ഇയാൾ വിദേശത്തേക്ക് ഇടയ്ക്ക് പോകുന്നത്. ഇയാൾക്ക് കൂടുതൽ അവിടെ സ്റ്റേ ചെയ്യേണ്ടി വരുന്നത്. പരിപാടി പിന്നെ നീട്ടുകയാണല്ലോ വിദേശ യാത്ര. ഇപ്പൊ വരേണ്ട ദിവസമൊക്കെ കഴിഞ്ഞു, പിന്നെ നീട്ടുകയാണ്. അപ്പൊ അവരുടെയൊക്കെ ചൊൽപ്പടിയിലാണ് ഇയാള് എന്നുള്ള ധാരണയും പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയരുന്നുണ്ട്. ഇയാൾ ചില മാഫിയകളുടെ ഒക്കെ പിടിയിലാണ്, ഇയാളെ പുറത്തുള്ള പലരും വരട്ടുന്നുണ്ട് എന്ന് തുടങ്ങിയ പലതരം സിദ്ധാന്തങ്ങൾ പലരും ഉയർത്തി കാണാറുണ്ട്.